അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ജോസഫ് അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാം. പ്രവാചകൻ യൂസഫിൻ്റെ കഥ ഖുർആൻ ഹൃദ്യമായി വരച്ചിടുന്നുണ്ട്. ഒരു നബിയുടെ ചരിത്രം ഒരധ്യായത്തിൽ ആദ്യ അവസാനം വിവരിക്കുന്നത് യൂസഫിൻ്റേത് മാത്രമാണ്. അതിങ്ങനെ: സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും തനിക്ക് പ്രണാമമർപ്പിക്കുന്നതായി ബാലനായ യൂസഫിന് ഒരിക്കൽ സ്വപ്നദർശനമുണ്ടായി. പിതാവ് യാക്കൂബിന് മുമ്പിൽ യൂസഫ് ഈ സംഗതി അവതരിപ്പിച്ചു. സ്വപ്നവ്യാഖ്യാനത്തെക്കുറിച്ച് വിജ്ഞാനമുണ്ടായിരുന്ന പിതാവിന് യൂസഫിനോട് വാത്സല്യം കൂടി. തൻ്റെ മകനെയും അള്ളാഹു ദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വപ്നവിവരം രഹസ്യമാക്കി വെക്കാനും ഉപദേശിച്ചു. പക്ഷേ കുട്ടി സഹോദരന്മാരോട് കാര്യം പറഞ്ഞുപോയി. ഇനിയും യൂസഫിനെ വെച്ചിരുന്നാൽ ഗതിമുട്ടുമെന്ന് തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ യൂസഫിനെ പിതാവിൽ നിന്ന് അകറ്റാൻ വഴി തേടി. അതിങ്ങനെ: പിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കളിക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോയ യൂസഫിനെ അവർ നിഷ്കരുണം കിണറ്റിലെറിഞ്ഞു. അവനെ ചെന്നായ ഭക്ഷണമാക്കിയെന്ന കള്ളവും അവർ ചമച്ചു. കിണറ്റിലെ ഇരുട്ടിൽ പിതാവിനെ ഓർത്ത് കരഞ്ഞ യൂസഫിന് ദൈവം തുണയായി. ഈജിപ്തിലേക്ക് അതുവഴി പോവുകയായിരുന്ന യാത്രാസംഘം വെള്ളമെടുക്കാൻ കിണറിനെ സമീപിച്ചതാണ് യൂസഫിന് മോചന വഴിയായത്. കൗമാരത്തിലെത്തിയ സുമുഖനായ യൂസഫിനെ ഒരു പ്രഭു കച്ചവട സംഘത്തിൽ നിന്ന് വിലക്കെടുത്തു വാങ്ങി. പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വളരവെ വീണ്ടും പരീക്ഷണമെത്തി. പ്രഭുവിൻ്റെ ഭാര്യ സുന്ദരനായ യൂസഫിൽ അനുരക്തയായി. അദ്ദേഹത്തെ വശത്താക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും യൂസഫ് അവർക്ക് വഴങ്ങിയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട യൂസഫ് തൻ്റെ യജമാനനെ വഞ്ചിക്കാനും ഒരുക്കമല്ലായിരുന്നു. വാശിമൂത്ത യജമാനൻ്റെ ഭാര്യ ഒടുവിൽ യൂസഫിനെതിരെ ആരോപണമുന്നയിച്ചു. എന്നാൽ യജമാനന് യൂസഫിന് വിശ്വാസമായിരുന്നു. വാർത്ത പുറം ലോകമറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ നിരപരാധിയായ യൂസഫിനെ ജയിലിലേക്ക് അയക്കേണ്ടി വന്നു. യജമാനന് ജീവിതവിശുദ്ധി നിലനിർത്താൻ നല്ലത് തടവറയാണെന്ന് യൂസഫ് മനസ്സിലാക്കി. തടവറയിലും യൂസഫ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. സുന്ദരനും ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയുമായ യൂസഫ് ജയിൽവാസം ഏകദൈവ വിശ്വാസ പ്രബോധനത്തിനു കൂടി വിനിയോഗിച്ചു. പല ദൈവങ്ങളെയും ആരാധിച്ചിരുന്നവരെ അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. ഇതിനിടെ 2 സഹതടവുകാർക്ക് അവർ കണ്ട സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് ഒരു വഴിത്തിരിവായി. സ്വപ്നവ്യാഖ്യാനം സത്യമായി പുലർന്ന സഹതടവുകാരിൽ ഒരാൾ അവിടുത്തെ രാജാവിൻ്റെ സേവകനായി മാറി. കാലം പിന്നെയും കടന്നുപോയി. രാജാവ് ഒരിക്കൽ ഒരു കിനാവ് കണ്ടു. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ ഭക്ഷണമാക്കുന്നു. 7 പച്ചധാന്യക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. കിനാവിൻ്റെ പൊരുളറിയാൻ രാജാവ് സഭ ചേർന്നു. സ്വപ്നവ്യാഖ്യാതാക്കളും ആസ്ഥാന പണ്ഡിതരും സ്വപ്നത്തെ കാര്യമായെടുത്തില്ല. അത് പേക്കിനാവും എന്നവർ ഉറപ്പിച്ചു. രാജപരിചാരകൻ അപ്പോഴാണ് ജയിലിലെ സുഹൃത്തായിരുന്ന യൂസഫിനെ ഓർത്തെടുത്തത്. അയാൾ യൂസഫിനെ തേടിയെത്തി. സന്തോഷപൂർവ്വം അദ്ദേഹം വ്യാഖ്യാനം നൽകി. രാജ്യത്ത് 7 വർഷം ക്ഷേമം കളിയാടും. തുടർന്നുണ്ടാകുന്ന 7 വർഷം കടുത്ത ക്ഷാമവും നേരിടും. അതിനാൽ ക്ഷേമകാലത്തെ അധിക വിളവ് ക്ഷാമകാലത്തേക്ക് കരുതി വയ്ക്കുക. സേവകൻ ഇക്കാര്യം രാജാവിനെ അറിയിച്ചു. ആഹ്ലാദചിത്തനായ രാജാവ് യൂസഫിനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ജയിൽ മുക്തനാക്കാനും ഉത്തരവിട്ടു. എന്നാൽ തനിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടാതെ ജയിൽ മോചിതനാവില്ലെന്ന് സത്യസന്ധനായ യൂസഫ് ശഠിച്ചു. രാജാവിന് അദ്ദേഹത്തിൽ മതിപ്പ് കൂടിക്കൂടി വന്നു. പ്രഭുവിനെയും ഭാര്യയെയും അവരുടെ കൂട്ടുകാരികളെയും വിചാരണ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു. വിചാരണയിൽ പ്രഭു, പത്നിയും കൂട്ടുകാരികളും തെറ്റ് സമ്മതിച്ചു. യൂസഫ് കുറ്റവിമുക്തനായി. അൽഹംദുലില്ലാ, അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. യൂസഫിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എങ്കിലും ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം മറ്റൊരു നബിയുടെ കഥയുമായി വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.